എൻ്റെ ശരിയായ പേര് മുഹമ്മദ് മോൻ ഹാജി എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ 10 കൊല്ലമായി മെമ്പറാണ്. കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി മെമ്പറുമാണ്. അപ്പോൾ ഞാൻ എല്ലാ സംസ്ഥാനങ്ങളിലും പങ്കെടുക്കുന്ന അവസരത്തിൽ ഞാനവിടെ പറയാറുള്ള വിഷയം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 600ഓളം അനാഥശാലകൾ എല്ലാ സമുദായക്കാരുടെയും ഉണ്ട്. മുസ്ലിങ്ങൾക്ക് മാത്രം 325ഓളം സ്ഥാപനങ്ങൾ, അനാഥാലയങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളിവിടെ കഷ്ടപ്പെടേണ്ട യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാ കുട്ടികളെയും സംരക്ഷിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് എന്നെല്ലാ സ്ഥലത്തും ഞാൻ പ്രസംഗിക്കാറുണ്ട്. ഈ പ്രസംഗത്തിൻ്റെ ഫലമായി പല ആളുകളും ഞങ്ങളുമായി ബന്ധപ്പെടുകയും കുട്ടികളെ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ കൊണ്ടുവന്ന കുട്ടികളിൽ ഈ 4-5 വർഷമായി ബീഹാറിൽ നിന്നും UP-യിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും കണ്ടമാനം കുട്ടികൾ വന്നു. ഇപ്പോൾ ഏറ്റവും അധികം കുട്ടികൾ ജാർഖണ്ഡിൽ നിന്നാണ്, ബീഹാറിൽ നിന്നുണ്ട്, UP-യിൽ നിന്നുണ്ട്. ഈ പ്രധാന വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഈ കുട്ടികൾ എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ അവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യും. സെയിം ഡേ പാലക്കാട് വഴിയാണ് ആ ട്രെയിൻ പോകുന്നത്. അതുകൊണ്ട് പാലക്കാട്ട് നിന്നാണ് ഈ കുട്ടികൾ, ജാർഖണ്ഡിലെയും ബീഹാറിലെയും കുട്ടികൾ പോകാറ്. UP-യിലെ കുട്ടികൾ കോഴിക്കോട് നിന്നാണ് പോകാറ്. ഇവർക്ക് ഞങ്ങൾ പാലക്കാട്ട് നിന്ന് റിട്ടേൺ ടിക്കറ്റ് ഏപ്രിൽ 8-ാം തീയതിയും 12-ാം തീയതിയും ജാർഖണ്ഡിലേക്കും ബീഹാറിലേക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഈ മെയ് മാസം 24-ന് ഇവിടെ എത്തത്തക്ക രൂപത്തിൽ അവർക്ക് റിട്ടേൺ ടിക്കറ്റും ബുക്ക് ചെയ്തു. എല്ലാവർക്കും ബർത്താ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഈ കുട്ടികൾ സാധാരണഗതിയിൽ എല്ലാ കൊല്ലവും പോകുന്നത് പോലെ കൊല്ലവും പോയി, എല്ലാ കൊല്ലവും വരുന്ന മാതിരി ഇക്കൊല്ലവും വന്നു. ഞങ്ങളുടെ 6-7 ബസ്സുകൾ ഒലവക്കോട് പാലക്കാട് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിൽക്കുകയാണ്. ആ അവസരത്തിലാണ് ഉച്ചയ്ക്ക് ഒരു ഏകദേശം 2:30 മണി സമയത്ത് ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്, ഫ്ലാഷ് ന്യൂസ് കാണിക്കുന്നുണ്ട്, മുക്കോർഫനിലേക്ക് വന്ന എല്ലാ കുട്ടികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് റെയിൽവേയിൽ നിന്ന് ഞങ്ങൾക്ക് ടെലിഫോൺ വന്നു, 200ഓളം കുട്ടികൾക്ക് ടിക്കറ്റില്ല, അരമണിക്കൂറിനുള്ളിൽ ഈ ടിക്കറ്റിൻ്റെ പണം ഇവിടെ കെട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ കേസെടുക്കും. അപ്പം മണ്ണാർക്കാട് മുക്ക മുസ്ലിം ഓർഫനേജിൻ്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അവിടെ സുഹൈൽ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഉടനെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, നമ്മളെ കുട്ടികൾ അവിടെ കുടുങ്ങിയിരുന്നത് കേട്ട് സത്യാവസ്ഥ ഒന്നും അറിയില്ല, 1,25,000 എന്തോ പറയുന്നുണ്ട്, പെട്ടെന്ന് എൻ്റെ മോൻ അത് കൊണ്ടുപോയി അടക്കണം. അങ്ങനെ ഈ സുഹൈൽ പെട്ടെന്ന് പോയിട്ട് ഈ 1,25,000 രൂപ അവിടെ അടച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഒരു ഭീകരാന്തരീക്ഷം നടന്നില്ല. കുട്ടികളെ മൊത്തം ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു, രക്ഷിതാക്കളെ മുഴുവൻ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു. ഈ അവസരത്തിൽ എന്ത് സംഭവിച്ചു? ഈ കുട്ടികളെയുമായിട്ട് വന്നത് ഒരു രക്ഷിതാവാണ്. ആ രക്ഷിതാവിൻ്റെ കുട്ടികൾ ഏകദേശം എനിക്ക് തോന്നുന്നത് 4 വർഷമോ 3 വർഷമായിട്ടായി മുക്കം ഓർഫനയിൽ പഠിക്കുന്ന കുട്ടികളാണ്. ആ രക്ഷിതാവിൻ്റെ ഭാര്യ ഞങ്ങളുടെ ഓർഫനയിൽ കുക്കുവാണ്. അവരുടെ 3 കുട്ടികൾ അവിടെ ഉണ്ട്. 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഒന്ന് ചെറിയ കുട്ടിയാണ്, അവരുടെ അടുത്ത് തന്നെ താമസിക്കുന്നത്. അപ്പോൾ ഈ സുഹൈൽ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു എന്ന് വെച്ചെങ്കിൽ, ഈ ബഹളം കണ്ട അവസരത്തിൽ ഈ 200 കുട്ടികളുടെ മുഴുവൻ പ്രൂഫും കൊണ്ട് അവിടുന്ന് ഓടി. അവൻ ഒളിച്ചു. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം പതുക്കെ വന്ന് ഞങ്ങളുടെ ഓഫീസിൽ ഈ ബാഗ് വെച്ച് അവിടുന്ന് മുങ്ങി ഓടിക്കളി. അപ്പോൾ ഈ ബാഗ് കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ പാലക്കാട്ടേക്ക് കൊണ്ടുപോയി റെക്കോർഡ്സ് എന്ന് പറഞ്ഞ് വെച്ചു കൊടുത്തു. അപ്പം വളരെ മോശമായ അനുഭവം ഞാൻ കിട്ടിയിട്ടില്ല. ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ഫരീദ അൻസാരി, ഇത്രമാത്രം നിയമത്തിന്റെ നീരാളി കൈകൾ ഈ കുട്ടികൾക്ക് മേൽ പ്രയോഗിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? അവർ വന്നത് വിദ്യ അഭ്യസിക്കാനാണ്, നല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അവർ വന്നത്. ആ ഉദ്ദേശം മനസ്സിലാക്കുകയായിരുന്നില്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഇതിനകത്ത് 1-2 വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, കുട്ടികളെ ഇത്രയും പഴക്കമുള്ള ഓർഫനേജ് ആണെന്നും ഇതിനു മുമ്പും കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഡോക്യുമെന്റ്സ് പരിശോധിക്കാതെയാണോ ഈ കുട്ടികളെ കൊണ്ടുവന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ തൃശ്ശൂർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പറാണ് ഞാൻ, ഞങ്ങളുടെ മുന്നിൽ എത്തിയത് 123 കുട്ടികളാണ്. യഥാർത്ഥത്തിൽ ആ കുട്ടികളെ മലപ്പുറത്തുള്ള ഒരു ഓർഫനേജിൽ നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു കൊണ്ടുവന്നത്. മലപ്പുറം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അവരുടെ സ്ഥാപനത്തിൽ സൗകര്യക്കുറവുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടികളെ തൃശ്ശൂർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. ആ കുട്ടികളുടെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം കമ്മിറ്റിക്ക് എടുക്കണം
അവിടെ നിയമപരമായിട്ട് എന്താണോ അതേ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക്, ഒരു മജിസ്റ്റീരിയൽ പവേഴ്സ് ഉള്ള കമ്മിറ്റിക്ക് അങ്ങനെയേ ചെയ്യാനായിട്ട് കഴിയൂ. അതിൽ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. അച്ഛനമ്മയും കൂടെയില്ല, എന്താവശ്യത്തിന് അവർ വന്നിരിക്കുന്നു എന്നതിനെ കുറിച്ച് ധാരണ നമുക്കില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അവരുടെ കയ്യിലില്ല. മാത്രമല്ല, ഈ 123 കുട്ടികളും ഒരു സ്ഥാപനത്തിൽ വരുമ്പോ അവിടെ അടിസ്ഥാന സൗകര്യമെങ്കിലും ആ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം അവിടെ ഇപ്പൊ പ്ലേസ് ചെയ്തിട്ടുള്ള 30 കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബിൽഡിംഗ് ഉണ്ടായിരിക്കാം, 200 കുട്ടികളുടെ കപ്പാസിറ്റി ഉള്ള ഒരു ബിൽഡിംഗ് നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. കുട്ടികൾക്ക് മര്യാദയ്ക്കുള്ള ഭക്ഷണവും ബാക്കി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് കഴിയണം. അത് ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമമായിരുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം മുന്നിലുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. പറഞ്ഞുതരാം. നിങ്ങൾ ചോദിക്കുന്ന ഉത്തരം പറയുന്ന ഒന്ന്, ചോദ്യം ചോദിക്കുന്നത് മറ്റൊന്നാണ്. അവർ പറയുന്നത് മറ്റൊരു അനാഥശാലയിൽ കൊണ്ടുവന്ന കുട്ടികളെ സംബന്ധിച്ച, മലപ്പുറം ജില്ലയിലെ ഒരു അനാഥശാലയിൽ കൊണ്ടുവന്ന കുട്ടികളെ സംബന്ധിച്ചാണ് മേഡം പ്രതികരിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് മുക്കം മുസ്ലിം ഓർഫനേജിലേക്ക് കൊണ്ടുവന്ന 400 ചില്ലാനം കുട്ടികളെ സംബന്ധിച്ചാണ്. അപ്പോൾ മേഡം പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കാറോ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാറോ ഇല്ല. ഞങ്ങളുടെ സ്ഥാപനത്തിൽ 1500 കുട്ടികൾക്കുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. 1111 കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 400 ചില്ലാനം കുട്ടികൾ വടക്കേ ഇന്ത്യയിലെ കുട്ടികളാണ്. ഇപ്പോൾ വരുന്നത് എത്ര എന്നുള്ള കണക്ക് പോലും വേണമെന്നുണ്ടെങ്കിൽ വിശദമായ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. ഈ കുട്ടികൾക്ക് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തു പോയ കുട്ടികൾ എല്ലാ രേഖകളും എന്ന് പറഞ്ഞാൽ ഇക്കാലം വരെയും ഞങ്ങൾ സൂക്ഷിക്കുന്ന രേഖകൾ, ഒന്ന്, ഞങ്ങളുടെ അപ്ലിക്കേഷൻ ഫോമിൽ രക്ഷിതാവിൻ്റെയും കുട്ടിയുടെയും ഫോട്ടോ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ, അവരുടെ സൈന്, രക്ഷിതാവിൻ്റെ സൈന്. രണ്ടാമത്, ഈ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്. മൂന്നാമത്, ആ പ്രദേശത്തെ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്. ഈ 3 രേഖകളില്ലാത്ത ഒരു കുട്ടിയെയും ഞങ്ങൾ ചേർത്തുകയില്ല. പക്ഷേ ഈ പ്രശ്നം വന്നതോടുകൂടി ആ രേഖകളുള്ള കുട്ടികളും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മൊത്തം കുട്ടികൾക്ക് ഞങ്ങൾക്ക് രേഖയുണ്ട്. എൻ്റെ ചോദ്യം വളരെ വിനീതമായ ഒരൊറ്റ ചോദ്യമാണ്. ഞങ്ങളുടെ 300-ൽ പരം കുട്ടികൾക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ബുക്ക് ചെയ്ത കുട്ടികളെ എന്തുകൊണ്ട് ഈ ടിക്കറ്റ് ഇല്ലാത്ത കുട്ടികൾ എന്ന് പറയുന്നു? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ ഈ കുട്ടികളെ കൂടി അറസ്റ്റ് ചെയ്തു? ഒന്ന്. രണ്ടാമത്, രക്ഷിതാക്കളുടെ കൂടെ ഇവിടെ വന്ന കുട്ടികൾ, ആ കുട്ടികളെപ്പോലും എന്തുകൊണ്ട് രക്ഷിതാക്കളിൽ നിന്ന് പിരിച്ചു? അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ സഞ്ചരിച്ച് പഠിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും പാവപ്പെട്ടവർക്കില്ല. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം, ഇന്ന് എൻ്റെ പേരക്കുട്ടികൾ പഠിക്കുന്നത് ഊട്ടിയിലും അതേപ്രകാരം തന്നെ ലക്നൗവിലൊക്കെയാണ്. അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇവിടെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ LKG മുതലുള്ളതായ പണക്കാർ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇത് പാവപ്പെട്ട പട്ടിണി പാവങ്ങൾ അവരുടെ കുട്ടികളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചു, ഞങ്ങൾ ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഇവർ ഗ്രാൻഡ് നിശ്ചയിച്ചു ഞങ്ങൾക്ക്, വടക്കേ ഇന്ത്യയിലെ കുട്ടികൾക്ക്. അതേപ്രകാരം തന്നെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടുത്തെ ഗവൺമെൻറ് എന്താ നിയമം കൊണ്ടുവന്നത്? ഓരോ സംസ്ഥാന ഗവൺമെൻറ്റും ഓരോ കുട്ടിയുടെയും പേര് വെച്ചുകൊണ്ട് ഈ കുട്ടിയെ ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് ഏറ്റെടുത്ത് പഠിപ്പിച്ചു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്നൊരു നിയമം ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തു. അങ്ങനെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മുനീർ ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ പങ്കെടുത്തവരും അതിൻ്റെ മിനിറ്റ്സുമാണിത്. ആ യോഗത്തിൽ എല്ലാ സെക്രട്ടറിമാരും പങ്കെടുത്തു, സോഷ്യൽ വെൽഫെയറിൻ്റെ. അവരയച്ചെന്ന മിനിറ്റ്സാണ്. അതിലവരെടുത്ത തീരുമാനം മുക്കം മുസ്ലിം ഓർഫനേജ് പറയുന്നതാണ് ശരി. 10 ആളുകളുള്ള യോഗമാണ്. മുനീറിൻ്റെ അധ്യക്ഷതയിൽ ഞങ്ങൾ മസ്കറ്റ് ഹോട്ടലിൽ 23/12/2013 തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റിങ്ങിൽ മിനിറ്റ്സ് അറിവിനും അനന്തര നടപടികൾക്കുമായി ഇതോടൊപ്പം അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അയച്ചു തന്നായത്. ഈ മിനിറ്റ്സിൽ വ്യക്തമായി പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, മുക്കം മുസ്ലിം ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് ആരൊക്കെയാണ്? ഡോക്ടർ KM അബ്രഹാം, അഡീഷണൽ ചീഫ് സെക്രട്ടറി സാമൂഹ്യ വകുപ്പ്, VN ജിതേന്ദ്രൻ, ഡയറക്ടർ സാമൂഹ്യ നീതി വകുപ്പ്,
KK Mani, Member Secretary, Orphanage Control Board. വ്യക്തമാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. അഡ്വക്കേറ്റ് ഫരീദ അൻസാരി, ഇതാണ് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. പാലക്കാട് നിന്ന് പിടിയിലായതിൽ ഒരു വിഭാഗം കുട്ടികൾക്ക് മാത്രമേ രേഖകളില്ല എന്ന് പറയുന്നുള്ളൂ. ഇവിടെ മുക്കം ഓർഫനേജിലെ അധികൃതർ ഉറപ്പിച്ചു പറയുന്നു എല്ലാവിധ രേഖകളും അവരുടെ കയ്യിലുണ്ട്, ടിക്കറ്റ് അടക്കമുള്ള രേഖകൾ അവർ നൽകിയതുമാണ്. പക്ഷേ അത്തരം കുട്ടികളെയും ഇപ്പോൾ പിടിച്ചു വെച്ചുകൊണ്ട് മനുഷ്യക്കടത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നു അധികൃതർ. അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതിൽ രണ്ട്, അതായത് എനിക്ക് പറയാൻ അവസരം തരണം. ഇടയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബാക്കി കാര്യങ്ങൾ പറയാനായിട്ട് കഴിയില്ല. ആദ്യത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിലെ കുട്ടികളുടെ കാര്യമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പറയുന്നത് മുക്കത്തിലെ കുട്ടികളുടെ കാര്യം ഡീൽ ചെയ്തത് കോഴിക്കോട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. കുട്ടികൾക്ക് രേഖകൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് കൺസേൺ കമ്മിറ്റിയായിട്ട് നിങ്ങൾ അന്വേഷിക്കേണ്ടി വരും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കുട്ടികളും they are children in need of care and protection. ഞങ്ങളുടെ മുന്നിൽ എത്തിയ 123 കുട്ടികൾക്കും ഒരു രേഖയും അവരുടെ കയ്യിലില്ല. സംഭവം പറയുന്നത് ശരിയാണ്, ഇവർക്ക് ഭക്ഷണമില്ല, അവരുടെ ദാരിദ്ര്യവും അവരുടെ വിദ്യയ്ക്ക് വേണ്ടിയുള്ള അവരുടെ ആർജവും ആയിരിക്കാം ഒരുപക്ഷെ അവരെ കേരളത്തിൽ എത്തിച്ചത് എന്നുള്ളത്. പക്ഷെ പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഇല്ലാത്തിടത്തോളം കാലം ഈ കുട്ടികളെ നമുക്ക് താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, ഇതിന്റെ ടെക്നിക്കാലിറ്റി എന്ന് പറയുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് അതത് ഗവൺമെന്റ് ആണ് അതത് കുട്ടികളെ, അതായത് ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അതത് ഗവൺമെന്റുകളാണ്. അതായത് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ആണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന സ്ഥിതിക്ക് അത് തീർച്ചയായിട്ടും ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന നിയമത്തിന്റെ പരിധിയിൽ വരും, പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഇല്ലാത്തത് കൊണ്ട്. അതായത് മാതാപിതാക്കളുടെ ദാരിദ്ര്യാവസ്ഥയാണ് അതിന് കാരണമെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവിടെ തന്നെ ഹോമുകൾ ഉണ്ടല്ലോ, കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം എന്തിരിക്കുന്നു എന്നുള്ള വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. മാത്രമല്ല, ഇവിടെ എക്സ്പ്ലോയിറ്റേഷൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, വിദ്യ അഭ്യസിക്കുന്നതിന് തന്നെയാണോ കുട്ടികൾ വന്നിട്ടുള്ളത്, അതല്ലെങ്കിൽ ബാലവേലയ്ക്കോ ബാലഭിക്ഷാടനത്തിനോ മറ്റോ ഈ കുട്ടികളെ കൊണ്ടുവന്നതാണോ ഒക്കെ പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പേഴ്സിന് ഉണ്ട്. ഒരു ചോദ്യം, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല. വർഷങ്ങളായി ഇത്തരത്തിൽ കുട്ടികൾ വരികയും അവധിക്കാലത്ത് അവർ തിരിച്ചു പോവുകയും കൂടുതൽ കുട്ടികൾ ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു. അപ്പോഴൊന്നും ഉണ്ടാവാത്ത നിയമ നടപടികളും നൂലാമാലകളുമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. വന്നു പോയിട്ടുള്ള കുട്ടികളാണെന്ന് പറയുമ്പോഴും പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഇല്ലാത്തത് എന്തുകൊണ്ട്? മാതാപിതാക്കളുടെ സമ്മതപത്രം ഉണ്ടോ? ആ സമ്മതപത്രം വെസ്റ്റ് ബംഗാളിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഓതറൈസേഷൻ ഉണ്ടോ? എങ്കിൽ മാത്രമല്ലേ ആ ഡോക്യുമെന്റ് പ്രോപ്പർ ആവുള്ളൂ. അത്തരം പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ നിയമത്തിന്റെ നീരാളി കൈകളിൽ ഇവർക്ക് പെടേണ്ടി വരുന്നത്. റൈറ്റ്. ഇപ്പോൾ വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അഭാവം, അതുപോലെ നിയമത്തിന്റെ കുറേ നൂലാമാലകൾ, ഇതൊക്കെ ശരിക്കും ഈ കുട്ടികളുടെ ഭാവിയല്ലേ ശരിക്കും ഇരുട്ടിലാക്കിയിരിക്കുന്നത്? അതിന് അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ മറുപടി അവർ നൽകുന്നുണ്ടോ ഇപ്പോൾ?